ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെല്ലാവരും വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോണു? സുഖമായി പോണോ? നമുക്ക് അൽഹംദുലില്ലാ ഞങ്ങളെ നോമ്പൊക്കെ റാഹത്തായി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇന്നെന്താ പറയുക ഉണ്ടാക്കുന്നത്? എന്താ ബീഫ് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് കറി പൊരിച്ച പത്തിരി. ഞാൻ ബീഫ് ഉണ്ടാക്കുന്നത് ഉള്ളിയും പിന്നെ തക്കാളിയൊക്കെ വാട്ടിയിട്ടാട്ടോ. ബീഫ് നല്ല ഉള്ളിയൊക്കെ വാട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പട്ടയും കറാമ്പും ആദ്യം ഇട്ട് കൊടുക്കട്ടോ. അത് പൊട്ടി കഴിഞ്ഞിട്ട് പട്ടയും കറാമ്പും ഏലക്കായി അത് പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് നല്ല വാടി വന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. വാടാൻ വേണ്ടി ലേശത ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം, എന്നാലും പറയാം. ശരി, അവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, കുറച്ചത്. ഉള്ളി ഇതാട്ടോ നല്ല വാടിയിട്ടുണ്ട്, നല്ല വാടിയിട്ടുണ്ട്. ഈ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നല്ല വാടട്ടോ. ഉലുവ ഇടാൻ മറന്നു പോയിട്ടോ. ഉലുവ 2-3 മണി ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. ഞാനിപ്പോൾ ഒന്ന് മാറ്റി ആ എണ്ണയിലിട്ട് പൊട്ടിക്കുക. 2 സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ, 3 ടീസ്പൂണ് മുളകും പൊടി, ബീഫ് മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നല്ല പച്ചമണമൊക്കെ മാറിട്ടോ. ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല നെയ്യുള്ള ബീഫാണ്. നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ നെയ്യ് ഇങ്ങനെ ഇറങ്ങിയിട്ട്, ഇതിൽ നെയ്യുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. വെള്ളം നമുക്ക് കുക്കർ മൂടി വെക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി അതാ ഇവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് നെയ്പത്തിരിക്കുള്ള മാവ് കുഴക്കാം.
വെള്ളം തിളച്ചു കേട്ടോ. ഇനി ഇത് സിമ്മിലാക്കിയിട്ട് നമുക്ക് പൊടി ഇടാം. ഇതിന് 3 ഗ്ലാസ് പൊടിയാട്ടോ ഞാനിടുന്നത്. മൂന്ന് ഗ്ലാസ് പൊടി. പിന്നെ അതിലേക്ക് തന്നെ തേങ്ങ, 1 മുറി തേങ്ങ കേട്ടോ. തേങ്ങ, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി കേട്ടോ. കുറച്ച് ജീരകം, നമുക്ക് ഇളക്കി കൊടുക്കാം. കേട്ടോ നല്ലതാ ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല കുഴച്ചെടുക്കണം. കുറച്ച് ചൂടാറട്ടെ, എന്നിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കണം, നല്ല ചൂടാ. കുറച്ച് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രസ്സിൽ പരത്തിയിട്ട് വെച്ചെടുക്കണം. എണ്ണ ചൂടാക്കാൻ വെച്ച് ഇനി എണ്ണ ചൂടായിട്ട് പരത്തിയിട്ട് ഓരോന്നോരോന്നിടാം. എണ്ണ ചൂടായിട്ടോ, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല വേകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഒരുവിധം ഇവിടെ ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരുന്നത് ഇഷ്ടമല്ല, ഇതേപോലെ ഇങ്ങനെ കളർ വേണം. ഇതായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.